ഹേയ് ഫ്രണ്ട്സ്, നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഇങ്ങനെ ഒരാളുണ്ടോ? നിങ്ങളൊരു മെസ്സേജ് അയക്കാതെ അവർ ഇങ്ങോട്ടൊരക്ഷരം മിണ്ടില്ല. നിങ്ങളങ്ങോട്ട് മെസ്സേജ് അയച്ചാൽ ഉടൻ റിപ്ലൈ തരും, പക്ഷേ അവരൊരിക്കലും ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു തുടങ്ങില്ല. നമുക്കെല്ലാവർക്കും ഉണ്ടാകും ഇങ്ങനത്തെ ഫ്രണ്ട്സ്. എന്താ ഇവർക്കിത്ര ജാട എന്ന് നമ്മൾ ചിന്തിക്കുമല്ലേ? സത്യത്തിൽ ഇത് ജാടയോ അഹങ്കാരമോ അല്ല. ആദ്യം മെസ്സേജ് അയക്കാത്തത് അവരുടെ മനസ്സിനെ വേദനിക്കാതെ ഇരിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിന് പിന്നിലെ കാരണങ്ങൾ നോക്കാം. 1. ഈഗോയല്ല, പേടിയാണ്. ചിലർ ആദ്യം മെസ്സേജ് അയക്കാത്തതിന്റെ പ്രധാന കാരണം പേടിയാണ്. അവരെ ആരെങ്കിലും ഒഴിവാക്കിയാലോ റിജക്റ്റ് ചെയ്താലോ എന്ന് അവർക്ക് ഭയമാണ്. ഇത് അവരുടെ കുഴപ്പമല്ല. മുമ്പ് പലപ്പോഴും അവർക്ക് മുറിവേറ്റിട്ടുണ്ട്. അതുകൊണ്ട് അവർ മെസ്സേജ് അയക്കാത്തത് നിങ്ങളെ ഒഴിവാക്കാനല്ല, മുമ്പ് അനുഭവിച്ച ദുഃഖം വീണ്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ച് അവർ ശ്രദ്ധിക്കാതെ പോയാൽ വിഷമിക്കേണ്ടല്ലോ എന്നൊരു ചിന്ത. മിണ്ടാതിരിക്കുന്നതാണ് വേദനിക്കുന്നതിലും നല്ലത്. അതുകൊണ്ട് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നത്. 2. അവർക്ക് ഉറപ്പ് വേണം. ആദ്യം മെസ്സേജ് അയക്കുന്നത് അവർക്ക് റിസ്ക്കാണ്. നമ്മളെ ഇവർക്ക് ശരിക്കും ഇഷ്ടമാണോ, സംസാരിക്കാൻ താൽപ്പര്യമുണ്ടോ എന്നവർക്ക് ഒരു ഉറപ്പ്, സെർട്ടൻറ്റി കിട്ടണം. അവർ ഒരുപാട് ആലോചിക്കും. നമ്മുടെ മെസ്സേജ് അവർക്ക് ശല്യമാകുമോ? ഈ പേടി കാരണം അവർ ഓവർ തിങ്ക് ചെയ്ത് കാത്തിരിക്കും. നിങ്ങൾ ആദ്യം മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണ് എന്നൊരു സേഫ്റ്റി സിഗ്നൽ അവർക്ക് ലഭിക്കുന്നു. അപ്പോൾ മാത്രമാണ് അവർക്ക് സംസാരിക്കാൻ ധൈര്യം കിട്ടുന്നത്. 3. ചിലപ്പോൾ അതൊരു തന്ത്രം മാത്രമാണ്. ചില സമയങ്ങളിൽ ഇത് പേടിയോ മടുപ്പോ ആകണമെന്നില്ല, അതൊരു തന്ത്രമാകാം. നമ്മൾ കുറച്ച് അകന്നു നിൽക്കുമ്പോൾ നമ്മുടെ വാല്യൂ കൂടും എന്ന് ചിലർ വിചാരിക്കും. ഇതൊരു തരം ബുദ്ധിപരമായ നീക്കം മാത്രമാണ്. അവർ നിങ്ങളെ ഒഴിവാക്കുകയല്ല, ആ ബന്ധത്തിന്റെ താളം നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. 4. മടുപ്പ്. എപ്പോഴും ആദ്യം മെസ്സേജ് അയക്കുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരാണ് എല്ലാ സംഭാഷണങ്ങളും തുടങ്ങുന്നതും പ്ലാനുകൾ ഇടുന്നതും എല്ലാം കൂടെ കൊണ്ടുപോകുന്നതും. കുറച്ചു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും എപ്പോഴും തുടങ്ങുന്നത് ഞാനാണെന്ന്. അതുകൊണ്ട് അവർ തുടങ്ങുന്നത് നിർത്തും. ഇത് താൽപ്പര്യം കുറവാണെന്ന് വരുത്തി തീർക്കാനല്ല, സ്വന്തം ഊർജ്ജം, എനർജി സംരക്ഷിക്കാൻ വേണ്ടിയാണ്. എനിക്ക് പ്രാധാന്യമുണ്ടെങ്കിൽ അവർ ഇങ്ങോട്ട് സംസാരിക്കട്ടെ എന്ന് കരുതും. 5. ആവേശമില്ലായ്മ. 20 വർഷം മുൻപ് ഒരു മെസ്സേജ് വന്നാൽ വലിയ സന്തോഷം കിട്ടുമായിരുന്നു. ഇന്ന് ദിവസവും നൂറുകണക്കിന് മെസ്സേജുകളും നോട്ടിഫിക്കേഷനുകളും വരുന്നു. ഇത്രയധികം മെസ്സേജസ് വരുമ്പോൾ നമ്മൾ ടയേർഡാകും. അതുകൊണ്ട് ഒരാൾ മെസ്സേജ് അയക്കുമ്പോൾ ഉണ്ടാകുന്ന ആവേശം കുറയ്ക്കും. അതുകൊണ്ട് അവർ മിണ്ടാതിരിക്കുന്നത് അവർക്ക് താൽപ്പര്യമില്ലാത്തതുകൊണ്ടല്ല, ഒരുപാട് കാര്യങ്ങൾ കാരണം അവരുടെ മടുത്തിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആരെങ്കിലും നിങ്ങൾക്ക് ആദ്യം മെസ്സേജ് അയക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. അതിനെ വ്യക്തിപരമായി കാണരുത്. അത് അവരുടെ പേടിയോ അല്ലെങ്കിൽ അവരുടെ ശീലങ്ങൾ കൊണ്ടാണ്. നിങ്ങൾക്ക് ഒരാളോട് സ്നേഹമോ ഇഷ്ടമോ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ധൈര്യത്തോടെ മുന്നോട്ട് വരിക. നിങ്ങളുടെ മൂല്യം തെളിയിക്കാനല്ല, നിങ്ങളുടെ ഇഷ്ടം കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത്. ഒരു ബന്ധം നന്നായി പോകണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അതിൽ താൽപ്പര്യത്തോടെ പങ്കെടുക്കണം. അത്രയുള്ളൂ. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളാണോ ആദ്യം മെസ്സേജ് അയക്കാത്ത ആൾ, അതോ എന്നും കാത്തിരിക്കുന്ന ആൾ? നിങ്ങളുടെ അനുഭവം കമന്റ് ചെയ്യുക.